ഞാനിപ്പോൾ നിൽക്കുന്നത് ആറന്മുള നിയമസഭാ മണ്ഡലത്തിലെ ശ്രീനാരായണ മെമ്മോറിയൽ സ്കൂൾ പോളിംഗ് ബൂത്തിലാണ്. ഈ പോളിംഗ് ബൂത്തിൻ്റെ ഒരു പ്രത്യേകത, ധാരാളം ചവിട്ടുപടികൾ കയറി വേണം വോട്ടർമാർക്ക് വോട്ട് ചെയ്യാൻ പോളിംഗ് ബൂത്തിലേക്ക് എത്താൻ. പലപ്പോഴും പ്രായമുള്ള ആളുകൾക്കും ശാരീരിക അവശതയുള്ള ആളുകൾക്കും ഈ പടികൾ കയറിപ്പോകുന്നത് ബുദ്ധിമുട്ടാണ്. അതിനായി ഇവിടെ ഡോളി സർവീസ് ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് ആ ദൃശ്യം കാണാം. ഡോളി ഇവിടെ റെഡിയാണ്. സാറിൻ്റെ പേരെന്താണ്? ജോയ്. അപ്പോൾ ഡോളി സർവീസ് ഉള്ളത് ഉപകാരമായി. ഇതേതായാലും ഇവിടെയുള്ള പ്രായമുള്ള വോട്ടർമാർക്കൊക്കെ വളരെ ഉപകാരപ്രദമാണ്. കാരണം അവർക്ക് ഈ ചവിട്ടുപടികൾ കയറി പോവുക എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ ഇവിടെ അവരെ സഹായിക്കുന്നതിന് വേണ്ടിയിട്ടാണ്, അവർക്ക് വോട്ട് ചെയ്യാൻ പോളിംഗ് ബൂത്തിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടി ഇവിടെ ഡോളി സർവീസ് ഉണ്ട്. അതിന് പ്രത്യേകം ജോലിക്കാരുമൊക്കെ ഇവിടെയുണ്ട് വോട്ടർമാരെ സഹായിക്കുന്നതിനായി. ഇപ്പോൾ ആ വോട്ടർ ഇപ്പോൾ ഡോളിയിൽ കയറി ഇരിക്കുന്നുണ്ട്. നിങ്ങൾ എത്ര പേരുണ്ട് ഇവിടെ? ഇവിടെ ഞങ്ങൾ എട്ട് പേരുണ്ട്. 2-4 പേര് കഴിക്കാൻ പോയിട്ടുണ്ട്. ഉടനെ വരും. അപ്പം 2 ഇടങ്ങളിലായിട്ടാണ്. ഒന്ന് വെട്ടൂരിൽ 4 പേര് അവിടെ ഉണ്ട്. അപ്പം അതനുസരിച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ചേഞ്ച് ചെയ്ത് കാര്യങ്ങൾ ഓടിക്കൊണ്ടിരിക്കുന്നു. എത്ര പടികളുണ്ട്? 50 പടികളുണ്ട് ഏകദേശം മൊത്തത്തിൽ. അങ്ങനെ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ തന്നെയാണ് ചെയ്തുകൊണ്ടിരുന്നത്. മൂന്നാമത്തെ പ്രാവശ്യമായിട്ടാണ് നമ്മൾ തന്നെ താലൂക്കിൽ നിന്ന് വിളിച്ചിട്ടാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ നല്ല പോളിംഗ് ശതമാനമാണ് എല്ലായിടത്തും. എങ്ങനെയുണ്ട്? നിങ്ങൾ കണ്ടപ്പോൾ എങ്ങനെ തോന്നി? ആളുകൾ കൂടുതലാണ്. ഇപ്പം തന്നെ 40 പേരോളം അടുപ്പിച്ചായിട്ടുണ്ട്. ഇനി 10 മണിയായ ഏകദേശം. ഇനി ഒരുപാട് സമയം കിടക്കാണ്. ഇപ്പോൾ എടുക്കുകയാണ്, ഇപ്പം കൊണ്ടുപോകണം. ആളിനെ മേലോട്ട് എത്തിക്കുകയാണ്. അവരെ വോട്ട് ചെയ്യിപ്പിച്ചിട്ട് അതുപോലെ തന്നെ തിരിച്ചിവിടെ താഴെ കൊണ്ടെത്തിക്കും. അതാണ് ഇവർ പോളിംഗ് ബൂത്തിലേക്ക് ഡോളിയിൽ തന്നെ ആളുകളെ കൊണ്ടുപോകും. അതിനുശേഷം അതേ ഡോളിയിൽ തന്നെ വോട്ട് ചെയ്തതിന് ശേഷം വോട്ടർമാരെ താഴേക്ക് എത്തിക്കും. ഒരുപക്ഷെ ഇത് വളരെ അപൂർവമാണ് ഇങ്ങനെയുള്ളൊരു കാഴ്ച. പത്തനംതിട്ട ഒരു മലയോര ജില്ല കൂടിയാണ്. അതുകൊണ്ട് തന്നെ പല മണ്ഡലങ്ങളിലും പോളിംഗ് ബൂത്തുകൾ ഉയർന്ന മേഖലയിലാണ്. അവിടേക്ക് എത്തിപ്പെടുക എന്നുള്ളത് വോട്ടർമാരെ സംബന്ധിച്ച് അല്പം ദുഷ്കരമാണ്. പ്രത്യേകിച്ചും പ്രായമുള്ള ആളുകളൊക്കെ. അവരെ സംബന്ധിച്ച് ഇങ്ങനെയുള്ള ഡോളി സർവീസ് ഏതായാലും വളരെ ഉപകാരപ്രദമാണ്. ഇപ്പോൾ ഈ ഡോളി ചുമക്കുന്നവർ തന്നെ പറഞ്ഞത് നല്ല പോളിംഗ് ശതമാനമാണെന്ന് തോന്നുന്നു. കാരണം ഇപ്പോൾ തന്നെ അവർ 40-ലധികം പേരെ ഈ ഡോളി സർവീസിൽ കൂടി പോളിംഗ് ബൂത്തിലേക്ക് എത്തിച്ചു കഴിഞ്ഞു. അങ്ങനെയാണെങ്കിൽ ഒരുപക്ഷെ കഴിഞ്ഞ തവണത്തേക്കാൾ ആറന്മുള നിയമസഭാ മണ്ഡലത്തിൽ പോളിംഗ് ശതമാനം ഉയരാനുള്ള ഒരു സാധ്യതയുണ്ട്. ആറന്മുളയിൽ ഇത്തവണ കടുത്ത പോരാട്ടമാണ് നടക്കുന്നത്. LDFിൻ്റെ സ്ഥാനാർത്ഥിയായി ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് മത്സരിക്കുന്നു. UDF സ്ഥാനാർത്ഥിയായി യൂത്ത് കോൺഗ്രസിൻ്റെ ദേശീയ സെക്രട്ടറി അബിൻ വർക്കിയാണ് മത്സരിക്കുന്നത്. NDA സ്ഥാനാർത്ഥിയായി BJPയുടെ മുതിർന്ന നേതാവ് കുമ്മനം രാജശേഖരനും മത്സരിക്കുന്നു. അങ്ങനെ ഒരു വാശിയേറിയ ത്രികോണ മത്സരം എന്ന് തന്നെ പറയാം. ഇന്നിപ്പോൾ പോളിംഗ് ഓരോ മണിക്കൂറും പിന്നിടുമ്പോഴും വോട്ടിംഗ് ശതമാനം ഉയർന്നുകൊണ്ടേയിരിക്കുകയാണ്. ഉയർന്ന പോളിംഗ് ശതമാനം അത് എല്ലാ മണ്ഡലങ്ങളിലും ഏത് മുന്നണിയെ തുണയ്ക്കുമെന്നൊരു ആശങ്ക കൂടി ഇപ്പോൾ തന്നെ എല്ലാ മുന്നണികളിലും ഉണ്ട് എന്നാണ് തോന്നുന്നത്. പല പോളിംഗ് ബൂത്തുകളിലും രാവിലെ 6 മണി മുതൽ തന്നെ വലിയ ക്യൂ അനുഭവപ്പെട്ടിരുന്നു. കാരണം കാലാവസ്ഥ വലിയ ചൂടാണ്. അതുകൊണ്ട് തന്നെ പരമാവധി നേരത്തെ വോട്ട് ചെയ്ത് മടങ്ങുക എന്നുള്ളതാണ് വോട്ടർമാരുടെ ലക്ഷ്യം. 7 മണി 8 മണി ആ സമയത്തൊക്കെ നല്ല ക്യൂ തന്നെയായിരുന്നു പല പോളിംഗ് ബൂത്തുകളിലും ഉണ്ടായിരുന്നത്. വെയിൽ ഉറയ്ക്കുന്നതിന് മുമ്പ് തന്നെ സമ്മതിദാനാവകാശം രേഖപ്പെടുത്തി തിരികെ പോവുക എന്നുള്ളത് തന്നെയായിരുന്നു വോട്ടർമാർ ലക്ഷ്യമിടുന്നത്. ഇപ്പോൾ നമുക്ക് ദൃശ്യത്തിൽ കാണാം, ആ ഡോളിയിൽ വോട്ടർ പോളിംഗ് ബൂത്തിലേക്ക് എത്തിക്കഴിഞ്ഞു. തൊട്ട് അപ്പുറത്ത് വലിയ നിര തന്നെ നമുക്ക് കാണാൻ സാധിക്കും. വളരെ ഉപകാരമാണ്. ഇല്ലേ ഈ വോട്ട് ചെയ്യുവാൻ നടക്കുകയില്ല. ആ രീതിയിലുള്ള വഴിയും പ്രശ്നവുമാണ്. ഈ കൈപ്പടയെല്ലാം കയറി ഇറങ്ങാൻ വയ്യ. കാല് രണ്ടും കണ്ടാൽ എല്ലാവർക്കും മനസ്സിലാക്കാവുന്ന കാര്യങ്ങളേ ഉള്ളൂ. അതെ, ഉണ്ടെന്ന് അറിഞ്ഞുകൊണ്ടാണ് വന്നത്. ഇല്ലെങ്കിൽ ഇത് നടക്കില്ല. ഇവിടെ നേരത്തെ അപ്പുറത്തായിരുന്നു കഴിഞ്ഞ പ്രാവശ്യത്തെ ബൂത്ത്. അതുകൊണ്ട് കുറച്ച് സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നു. അതുകൊണ്ട് അന്ന് അവിടെ ചെയ്തു. ഒത്തിരി ഉപകാരമായി. അല്ലേ വരത്തൊന്നുമില്ല. ഇതുള്ളതുകൊണ്ട് വന്നു. ഇപ്പം 2-3 വർഷം കൊണ്ടുണ്ടല്ലോ. ഉപകാരമായി, ഒത്തിരി ഉപകാരമായി. നല്ല പോളിംഗ് ശതമാനമാണ് രാവിലെ തന്നെ. രാവിലെ 9:25 ആയപ്പോഴേക്കും പത്തനംതിട്ട ജില്ലയിൽ 16.49% പോളിംഗ് രേഖപ്പെടുത്തി. അത് നിയമസഭാ മണ്ഡലം തിരിച്ചു നോക്കുമ്പോൾ തിരുവല്ലയിൽ 15.89%, റാന്നിയിൽ 16.45%, ആറന്മുളയിൽ 17.55%, കോന്നിയിൽ 16.5%, അടൂരിൽ 15.7%. അങ്ങനെ നല്ല പോളിംഗ് ശതമാനം തന്നെയാണ് ഇക്കുറി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആറന്മുള മണ്ഡലത്തിൽ രേഖപ്പെടുത്തുന്നത്. ഇപ്പോൾ വോട്ടർമാരുടെ നീണ്ട നിര തന്നെ കാണാൻ സാധിക്കും. ഏതായാലും കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിനേക്കാൾ പോളിംഗ് ശതമാനം ഉയരാനുള്ള സാധ്യതയാണ് ആറന്മുളയിൽ കാണുന്നത്.
വീഡിയോ ജേർണലിസ്റ്റ് അജി കുടുംബനൊപ്പം റിപ്പോർട്ടർ പ്രവീൺ പുരുഷോത്തമൻ, ഇൻ റിപ്പോർട്ടർ, പത്തനംതിട്ട.